ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കുക. ക്ലാസ് 7 കേരള പാഠാവലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. വാമൊഴി, വരമൊഴി, തിരമൊഴി, വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ. വാക്കുകൾക്ക് ഭാഷയ്ക്ക് കരുത്തും വൈവിധ്യവും നൽകുന്നു. വാക്കിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ വാക്കുകൾ അത്യന്താപേക്ഷിതമാണല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈകളിലൂടെയും മറ്റും ആക്ഷൻ കാണിച്ചിട്ട് അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചിട്ട് വേണം നമുക്ക് എന്താണോ പറയാനുള്ളത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഭാഷ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ വാക്കിനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമുക്കിവിടെ പറയുന്നത്. വാക്ക് എന്ന് തന്നെയാണ് പാഠത്തിന്റെ തലക്കെട്ട്. ആരാ ആ ആനപ്പുറത്ത് പോണത്? ഒന്നിറങ്ങി ഇത്രട്ടം വരിക. ആനപ്പുറത്ത് പോകുന്ന ആള് ഇറങ്ങി ചെന്നപ്പോൾ നമ്പൂരി ചോദിച്ചു, അസാരം ചുണ്ണാമ്പുണ്ടോ എടുക്കാൻ? ഞാൻ ഇല്ലത്തുനിന്ന് പുറപ്പെടുമ്പോൾ ചുണ്ണാമ്പിന്റെ കാര്യം കണ്ട് അന്താളിച്ചു. ആനക്കാരന് കലശലായ കോപമുണ്ടായെങ്കിലും നമ്പൂരിക്ക് ചുണ്ണാമ്പ് കൊടുത്തു. എന്നിട്ട് വീണ്ടും ആനപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. സംശയമില്ല, ചോദിച്ചളയാം. നമ്പൂരിയുടെ ശങ്ക തീർത്തപ്പോഴേക്കും ആന കുറച്ചകലെ എത്തിക്കഴിഞ്ഞിരുന്നു. അതിനാൽ ആനയുടെ പിന്നാലെ ആനക്കാര എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. ഇതെന്ത് ഉപദ്രവമെന്ന് പിറുവിറുത്തുകൊണ്ട് ആനക്കാരൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആനക്കാരാ, ഈ ആന ഇങ്ങോട്ട് തരുമോ? തിരുമേനിക്ക് എന്താ പ്രാന്തുണ്ടോ എന്ന് ആനക്കാരൻ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്പൂരി വീണ്ടും ചോദിച്ചു. അല്ല, വിഷമാണെങ്കിൽ വേണ്ടേനും. ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ടേ തന്നു. ആ നിലക്ക് ആനയും ചോദിച്ചാൽ തരുമോക്കെന്ന് ഒന്ന് തോന്നല്. സംശയം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒരു വാക്കല്ലേ ചെലവാക്കണ്ടു. കിട്ടുകയാണെങ്കിൽ ഒരാനയെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ചോദിക്ക്. നിന്റെ മുഖം കണ്ടപ്പോൾ നിശ്ചയായി കിട്ടില്ലാന്ന്. ഇനി നിനക്ക് പോവാം. ആനയിലൊരാന, പോയാലൊരു വാക്ക് എന്ന് കാര്യമായി തന്നെ കരുതി കണ്ടതിനൊക്കെ കൈനീട്ടിയിരിക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ നമ്പൂരി കഥയിൽ കാര്യമായ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. വാക്കല്ലേ, വില വേണ്ടാത്തതല്ലേ, നഷ്ടമൊന്നും പറ്റാനില്ലല്ലോ. കണ്ടമാനം ചെലവാക്കി കളയാമെന്ന് വാക്കിനെ കുറിച്ച് ഒരു വിലയില്ലായുണ്ട് പലർക്കും. അത് ശരിയല്ല. വാക്കിനുള്ളത്ര വില മറ്റൊന്നിനുമില്ല. മാത്രമല്ല, മറ്റുള്ള എല്ലാറ്റിനെയും വിലയുള്ളതാക്കുന്നതും വിലയില്ലാത്തതാക്കുന്നതും വാക്കാണ്. അതിനാൽ വിലയില്ലാത്ത വേണ്ടാത്തിടത്ത് വളമ്പാനുള്ളതല്ല വാക്ക്. 1000 നേടാനും 1000 നശിപ്പിക്കാനും വാക്കൊന്നു മതി. അതിനാൽ ആക്കം നോക്കി തൂക്കി നോക്കി വേണം വാക്കുപയോഗിക്കാൻ. നാക്കുണ്ടെങ്കിലേ തൂക്കുകയില്ല എന്നു തന്നെയല്ലേ നാക്കുള്ളവന് നാട്ടിൽ പാതി കിട്ടുകയും ചെയ്യും. മാത്രമോ, നാക്കിനെ വെന്നാലെല്ലാം വെല്ലാം. നാക്കുകൊണ്ടാണ് ആളുകളെ തൂക്കി നോക്കുന്നത്. അതിനാൽ സമയം നോക്കി, സന്ദർഭം നോക്കി, ചോദിക്കുന്നവനെ നോക്കി, കേൾക്കുന്നവനെ നോക്കി വേണം പറയുന്നവന് പറയാൻ. പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല. അതിനാൽ പിൻവലിക്കേണ്ടി വരാത്ത വാക്കേ പറയാവൂ. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ്. രണ്ടും ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ചെന്നുകൊള്ളും നിശ്ചയം. ഞാൻ പറഞ്ഞത് തനിക്ക് പിടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കിയെടുത്തു എന്ന് പലരും പറയാനുള്ളതിൽ നിന്നു തന്നെ വാക്കിൻ്റെ ഈ സ്വഭാവം വ്യക്തമാണല്ലോ. നാക്കിൽ നിന്നു വന്ന വാക്ക് നിഷ്ഫലമാകയില്ല ഒരിക്കലും ഒരാളുടെയും. വാക്കാണെങ്കിൽ നോക്കു ദൂരെ. അത്രയ്ക്കുണ്ട് വാക്കിൻ്റെ ഊക്ക്. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതാണ് വാക്ക്. താപസന്മാരുടെ മാത്രമല്ല, താമസന്മാരുടെയും താപസന്മാരുടെ വാക്കു മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. താമസന്മാരുടേത് അവരെ തന്നെ നിഗ്രഹിക്കുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. വാക്കിന് വാക്ക് വേണ്ടേ? നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട എന്നർത്ഥം. മറ്റൊരർത്ഥം കൂടിയുണ്ട്. മഹാന്മാരെ വാക്ക് പറഞ്ഞു പരത്താതെ തന്നെ വേണ്ട ദിക്കിലെല്ലാം വേണ്ടത്ര വേഗത്തിൽ വേണ്ടത്ര കാലം പ്രചരിച്ചുകൊള്ളും. 1000 വാക്കിന് അരച്ചെത്ത് എന്ന് പറയാറുണ്ട്. അത് വായാടികളുടെ വെറും വാക്കുകളെ കുറിച്ചുള്ള ചൊല്ലാണ്. അത്തരക്കാരുടെ 1000 വാക്ക് അരപ്പലം പോലും തൂങ്ങില്ല. വാഗ്മിനിയുടെ വാക്കിന് ഈ പഴഞ്ചൊല്ല് ബാധകം. ആളുവില കല്ലുവില അതുതന്നെയാണ് വാക്കിൻ്റെ നില. നാക്കുവില വാക്കുവില. ഞാൻ ഈ
ഞാൻ സ്വർണ്ണലിപികൾ എഴുതി ചില്ലിട്ട് വെക്കത്തക്ക പല പല നല്ല നല്ല വാക്കുകൾ മൈക്കിന് മുമ്പിൽ നിന്ന് മഹാസദസ്സിനെ നോക്കി ഭംഗിയായി പറയാറുണ്ട്. ആരും കേൾക്കാറില്ല. കുഞ്ഞുണ്ണി മാഷി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ആരും ഒരിക്കലും ആരോടും പ്രമാണമാക്കി പറയുന്നതായി ഞാൻ ഇന്നേ വരെ കേൾക്കുകയുണ്ടായിട്ടില്ല. എൻ്റെ വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ട വാക്കുകളാണ്. എൻ്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ്. ഞാനുമായി ആ വാക്കുകൾ രക്തബന്ധമില്ല. എൻ്റെ വാക്ക് എൻ്റെ മകനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അച്ഛനാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ വാക്കാണ് എനിക്കച്ഛൻ. വാക്കിനോളം തൂക്കമില്ലയൂക്കൻ ഭൂമിക്കുമേലമേ എന്ന വാക്കിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുന്നവരും ചുരുക്കമാണ്. അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക്, എൻ്റെ വാക്കേ ഞാൻ കേൾക്കൂ. കുഞ്ഞുണ്ണി മാഷും കുട്ടികളും. കുഞ്ഞുണ്ണി മാഷും കുട്ടികളിലെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു ഭാഗമാണ് ഇത്. ഇതിൽ പറയുന്നത് വാക്ക് അല്ലെ, വാക്ക് എന്ന് പറയുന്നത് അത്രയും മഹത്തായ ഒന്നാണ്. അഥവാ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അഥവാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നതോ ആയ ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ വാക്ക് വെറും വാക്കായിട്ട് പോകരുത്. അത് പാലിക്കാനുള്ള വാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനമാണ്. സംശയമില്ല, ചോദിക്കാർന്നു, ചോദിച്ചളയാം. നമ്പൂരി ചോദിച്ചത് എന്തായിരുന്നു നമ്പൂരി ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആനയെ തനിക്ക് തരുമോ എന്നാണ് ചോദിച്ചത്. ആനയെ തനിക്ക് തരുമോ എന്നാണ്. രണ്ടാമത്തേത് കണ്ടമാനം ചെലവാക്കി കളയാം, ഒരു വിലയില്ലാണ്ട് പലർക്കും. ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്താണ്? എന്തിനെയായിരുന്നു? വാക്കിനെയാണ് അല്ലേ? വാക്കിനെയാണ് ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് വാക്കിന് വാക്കു വേണ്ട എന്ന പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നതെന്ത്? വാക്കിനു വാക്കു വേണ്ട എന്ന പ്രയോഗത്തിലൂടെ നല്ല ഒരു വാക്കിന് കൂടുതൽ വ്യാഖ്യാനം ആവശ്യമില്ല എന്നാണ് ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത്. ഒന്നുകൂടെ പറയാം, നല്ല ഒരു വാക്കിന് കൂടുതൽ വ്യാഖ്യാനം ആവശ്യമില്ല എന്നാണ് ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത്. അടുത്തത് പൊരുൾ കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. വാക്കിനോളം തൂക്കമില്ലിയൂക്കൻ ഭൂമിക്കു പോലുമേ. ഈ ചൊല്ലിൻ്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക. ഇതുപോലെ വാക്കിനെ കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി പൊരുൾ എഴുതുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഇതിൻ്റെ പൊരുൾ എന്താണെന്നാണ് ആദ്യം എഴുതേണ്ടത്. അഥവാ അർത്ഥമുള്ള വാക്കുകൾക്ക് ഭൂമിയേക്കാൾ തൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുകൂടെ പറയാം, അർത്ഥമുള്ള വാക്കുകൾക്ക് ഭൂമിയേക്കാൾ തൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള രണ്ട് ചൊല്ലും കൂടെ നോക്കാം. ഒന്നാമത്തേത് വാക്കും പഴയ ചാക്കും ഒരുപോലെ. ചില ആളുകളുടെ വാക്ക് പഴയ ചാക്ക് പോലെ വിലയില്ലാത്തതാണ്, അത്രയും മൂല്യമേ അതിനുള്ളൂ എന്നർത്ഥം. മറ്റൊന്ന് എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് സാരം. കടക്കാം. അടുത്തത് അനുഭവം പങ്കുവെക്കാം എന്ന പ്രവർത്തനമാണ്. വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക. ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ കൂട്ടുകാരുടെ ജീവിതത്തിലും ചില സമയത്ത് ചില വാക്കുകൊണ്ട് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വാക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സങ്കടവും സന്തോഷവും നൽകിയ അവസരങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഒരു ഓർമ്മക്കുറിപ്പ് നിങ്ങളായിട്ട് നിങ്ങളുടെ സ്വന്തം എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. അടുത്തത് സങ്കല്പിക്കാം, കഥ എഴുതാം എന്നുള്ളതാണ്. നമ്പൂരിയുടെ ചോദ്യം കേട്ട് പാപ്പാൻ ആനയെ കൊടുത്തിരുന്നെങ്കിൽ കഥയായി എഴുതി പൂർത്തിയാക്കുക. കഥ എഴുതുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ. കഥയുടെ ഗതിമാറ്റം, കഥാസന്ദർഭത്തിന്റെ വളർച്ച, കഥാപാത്രത്തിന്റെ മനോഭാവത്തിലും സംഭാഷണത്തിലും വരുന്ന മാറ്റം, കഥകൾ ചേർത്ത് പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കഥയുടെ ബാക്കി ഒന്ന് എഴുതി നോക്കാം. കൂട്ടുകാരുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം. നമ്പൂരി ആനയെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആനക്കാരൻ ആനപ്പുറത്ത് നിന്നിറങ്ങി നമ്പൂരിയുടെ അടുത്തെത്തി പറഞ്ഞു, ആനയെ നമ്പൂരി എടുത്തോളൂ, ഇതാ വടിയും തോട്ടിയും. അപ്പോഴാണ് നമ്പൂരി ആലോചിച്ചത്, ഇതിനെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് പോവുക? എൻ്റെ ആനക്കാരാ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. നമ്പൂരി പറഞ്ഞു. ആനക്കാരൻ എന്താ നമ്പൂരി വേണ്ടത് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ നമ്പൂരി തൻ്റെ ആവശ്യം പറഞ്ഞു. ഇതിനെ ഒന്നിൻ്റെ വീട്ടിൽ എത്തിച്ചു തരുമോ? ആനക്കാരൻ പറഞ്ഞു. 200 രൂപയാ തരാൻ പറ്റുമോ? 200 രൂപയോ? നമ്പൂരി ചോദിച്ചു. അത്രയും വേണം നമ്പൂരിച്ചാ, ഇല്ലെങ്കിൽ വേണ്ട.
ശരി ശരി ഞാൻ തരാം, നമ്പൂരി പറഞ്ഞു. അങ്ങനെ ആനക്കാരൻ ആനയെയും കൊണ്ട് നമ്പൂരിയുടെ വീട്ടിലേക്ക് പോയി. ആനയെ വീട്ടിലെത്തിച്ച് ആനക്കാരൻ അവിടെ നിന്നും പോയി. നമ്പൂരി സന്തോഷത്തോടെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ നമ്പൂരി ആനയുടെ അടുത്ത് ചെന്ന് കുശലാന്വേഷണം നടത്തി. പെട്ടെന്ന് തന്നെ ആനയുടെ സ്വഭാവം മാറുകയും തുമ്പിക്കൈ നീട്ടി നമ്പൂരിക്ക് ഒരു തട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്പൂരിക്ക് മനസ്സിലായത് ആനയെ മേക്കാൻ തന്നെ കൊണ്ട് ആവില്ല എന്ന വലിയ സത്യം. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ കഥയെ മാറ്റി എഴുതാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റി എഴുതുകയും ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കാർട്ടൂൺ വരക്കാം എന്ന പ്രവർത്തനമാണ്. ആനയെ നമ്പൂരിക്ക് കിട്ടിയെന്ന് കരുതുക. തുടർന്നുള്ള സന്ദർഭങ്ങൾ സങ്കല്പിച്ച് കാർട്ടൂൺ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ സങ്കല്പത്തിനനുസരിച്ച് കാർട്ടൂൺ നിങ്ങൾ വരക്കുക. ഓക്കെ, നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരക്കുക. എന്നിട്ട് എന്തെങ്കിലും കോഡ്സ് ഒക്കെ കൊടുക്കുക. എൻ്റെ ആനക്കാര ഇതൊക്കെ എന്താണ്, ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെറിയ കോഡ്സ് എന്തെങ്കിലും എഴുതുകയും ചെയ്യാം. അടുത്തത് പ്രഭാഷണം തയ്യാറാക്കാം എന്നുള്ളതാണ്. ഏറെ ശക്തിയുള്ളതാണ് വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്നും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. വാക്ക് എൻ്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. യൂണിറ്റിന്റെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന ഈ കാവ്യഭാഗത്തിന്റെ ആശയം ചർച്ച ചെയ്യുക. സമകാലിക സാമൂഹിക വിഷയങ്ങളെ കൂടി മനസ്സിലാക്കി കാവ്യഭാഗത്തെ ആശയവും ഉൾക്കൊണ്ട് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രഭാഷണം എഴുതി നോക്കാം. മാന്യസദസ്സിന് വന്ദനം. ഒരു മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും നന്നായാൽ മാത്രമേ ആ മനുഷ്യൻ നല്ലതാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നല്ല വാക്കുകൾ സംസാരിക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യുന്നവന് മാത്രമേ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പഴമക്കാർ പറയാറുണ്ട്. അഥവാ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് നല്ല സ്വഭാവമല്ല. ഓരോ വാക്കും സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധവുമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വാക്ക് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ജീവിതത്തിൽ പാലിക്കൽ അത്യന്താപേക്ഷിതമാണ്. പറഞ്ഞ വാക്ക് ലംഘിച്ചാൽ അയാളുടെ വാക്കിന് വിലയില്ലാത്തതായി സമൂഹം കാണും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ആത്മാർത്ഥതയുള്ളതായി മാറണമെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സ്വാന്തനമേകാനും നമുക്ക് കരുത്തേകാനും ശക്തി ഉണ്ടാകണം. വാക്ക് ഭൂമിയേക്കാൾ തൂക്കമുള്ളതാണെന്ന് പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വാക്കിന്റെ അടിത്തട്ടിലാണ് ചരിത്രവും സംസ്കാരവും ഓർമ്മകളും എല്ലാം എന്ന് കവി പറയുന്നുണ്ട്. വാക്കുകൾ നാം കരുതലോടെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അച്ഛനും അമ്മയും ആകുന്നു എന്നും വാക്കിന്റെ വിരൽ തൂങ്ങിയാണ് നടക്കുന്നതെന്നും വി മധുസൂദനൻ നായർ വാക്ക് എന്ന കവിതയിലൂടെ ഊന്നിപ്പറയുന്നു. ഓരോ വാക്കിലൂടെയും അതിന്റെ വിരൽ തൂങ്ങിയാണ് നാം അറിവിന്റെ വിശാല ലോകത്തേക്ക് കടക്കുന്നതും ആ വിശാലത നമ്മൾ അനുഭവിക്കുന്നതും. നല്ല വാക്കുകളും പ്രവൃത്തികളും നല്ല തലമുറയെയും മനുഷ്യനെയും വാർത്തെടുക്കാനും നല്ല ലോകത്തിന്റെ വെളിച്ചം കൊണ്ടുവരാനും കഴിയും. എല്ലാ കൂട്ടുകാർക്കും അത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് വെളിച്ചം വിതറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അടുത്തത് കണ്ടെത്താൻ വ്യാഖ്യാനിക്കാം എന്ന പ്രവർത്തനമാണ്. ശൈലി, ഇവിടെ ഒരു ശൈലി തന്നിട്ടുണ്ട്. പമ്പരം ചുറ്റിക്കുക, അങ്ങനെ പറഞ്ഞെന്താണ്, അതിയായി വിഷമിപ്പിക്കുക എന്നതാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി കൂടുതൽ ശൈലികളും പഴഞ്ചൊല്ലുകളും ശേഖരിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. അടുത്തൊരു ശൈലി നോക്കാം. ഉടച്ചു വാർക്കുക. ഉടച്ചു വാർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മാറ്റുക എന്നാണ് അർത്ഥം. മറ്റൊന്ന് കണ്ണു തുറക്കുക. കണ്ണു തുറക്കുക എന്ന് പറഞ്ഞാൽ കാര്യം ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. മറ്റൊന്ന് കണ്ണുവെക്കുക. കണ്ണുവെക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. അതുപോലെ പുറംപൂച്ച്. പുറംപൂച്ച് എന്ന് പറഞ്ഞാൽ ബാഹ്യമോടി, വെളിയിൽ ഭംഗി നടിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്. നമുക്ക് പഴഞ്ചൊല്ല് നോക്കാം. ഒരു പഴഞ്ചൊല്ല് നോക്കൂ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അഥവാ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. മറ്റൊന്ന് എഴുതാം. ഉണ്ട ചോറിൽ കല്ലിടരുത്. ഉണ്ട ചോറിൽ കല്ലിടരുത് എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നാണ് അർത്ഥം. ഉയരണമെങ്കിൽ താഴണം, അഥവാ വിനയം വിജയത്തിനു കാരണം എന്ന് അർത്ഥം. ഉറക്കെ കേൾക്കുക, പതുക്കെ പറയുക, ശ്രദ്ധിച്ചു കേൾക്കുക, മിതമായി പറയുക എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളാണ് ഇത്. ഇനി ഞാൻ ഇങ്ങനെ പറയും. ഈ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കണ്ടല്ലോ അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. ഇത്തരം പ്രയോഗങ്ങൾ എഴുതി പദചങ്ങല പൂർത്തിയാക്കുക. ഇത്രടം വരിക, ഈടെ വാ, ഇങ്ങോട്ടായോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചോദിക്കാർന്നു എന്നുള്ളതിന് പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് പറയാറുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ചോദിക്കാർന്നു,
ചോദിക്കാമായിരുന്നു. ഓക്കെ, ഇനി പൂവാം, പൂവാം എന്നുള്ളത് പോകാം അല്ലെങ്കിൽ പോവാം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടെത്തുക. ഇനി ഭാഷാഭേദങ്ങൾ തിരിച്ചറിയാം. എല്ലാവരും എല്ലാ നാട്ടിലും സംസാരിക്കുന്നത് ഒരുപോലെയാണോ? വായിച്ചു നോക്കുക. മൂത്താപ്പയുടെ ചില രീതികൾ നല്ല രസമാണ്. ആ വീട്ടിൽ ചെന്ന ദിവസം തന്നെ ഫോൺ ചൂണ്ടിക്കാട്ടി എന്നോട് ചോദിച്ചു, ഇതെന്താണെന്നറിയോ അനക്ക്? ഫോണാണ്. എന്തിനുള്ളതാ? വർത്താനം പറയാൻ. ആർക്ക് വർത്താനം പറയാൻ? ഞാൻ മിണ്ടിയില്ല. മൂപ്പര് വിസ്തരിച്ചു, തനിക്ക് വർത്താനം പറയാൻ, അനക്കല്ല. ഇതിന്റെ നമ്പർ ഒന്നും അന്റെ ലോകിക്കാർക്ക് കൊടുക്കണ്ട. ഈ ഫോണിൽ ഈ ആരെയും അങ്ങോട്ട് വിളിക്കാൻ പാടില്ല. അന്നെ ആരും ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല. തിരിഞ്ഞോ? കാരശ്ശേരിയിലെ കിസ്സക്കാർ MN കാരശ്ശേരിയുടേതാണ്. ഇനി അടുത്തത്, ലൂസി കുളി കഴിഞ്ഞ് പ്രിജിതയുടെ അരികിലൂടെ കടന്നുപോയി. പ്രിജിത വടിയെടുത്ത് അവളെ തടഞ്ഞു നിർത്തി. ഈ പിന്നെയും വാസന സോപ്പ് വാങ്ങിയല്ലേരി? ലൂസി ചോദിച്ചു. കാശ് എവിടുന്നടി? ലൂസി ചിരിച്ചു. മൊട്ട കട്ടൂല്ലേ? ലൂസി ചിരിച്ചു. കോഴിക്കാട്ടം, ചാണം, ആട്ടിൻമൂത്രം ഇതിൻ്റെയൊക്കെ നാറ്റം പോവാൻ ലൂസി പിന്നെ എന്തുട്ടാ ചെയ്യുക? മാറ്റാത്തി സാറാ ജോസഫിൻ്റെതാണ്. ഈ രണ്ട് കഥാഭാഗങ്ങളിലെ സംഭാഷണങ്ങൾ വായിച്ച് പ്രത്യേകതകൾ കണ്ടെത്തുക. മറ്റു സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ കൂടി മനസ്സിലാക്കി മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഭാഷയും അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ പറയുന്ന ഭാഷയും നമ്മുടെ അച്ചടി ഭാഷയും രണ്ടും വളരെ വ്യത്യാസമുണ്ടല്ലേ. അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളക്കരയിലെ ഓരോ ഭാഷയും വളരെയധികം വ്യത്യാസമുള്ളതാണ്. അപ്പം നമുക്കതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് പോലെ ഒന്ന് എഴുതി നോക്കാം. വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും അർത്ഥത്തിന് ദേശം മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കാറുണ്ട്. പ്രാദേശിക ഭാഷാഭേദം എന്നാണ് ഇതിന് പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാള ഭാഷ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തം നിറഞ്ഞതാണ്. 6 നാട്ടിൽ 100 ഭാഷ എന്നാണല്ലോ ചൊല്ല്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തെ തോട്ടി, എറണാകുളത്ത് പാട്ടക്കാരൻ ആണ് ചിലർക്ക് വസ്തു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. തെക്കരുടെ അക്കരും അണ്ണനും വടക്കർക്ക് അറിയില്ല. വടക്കരുടെ ഓപ്പ തെക്കർക്കും അറിയില്ല. ഓപ്പ എന്ന് പറഞ്ഞാൽ തെക്കർക്ക് ഒരു നല്ല പാത്രത്തിന്റെ കാര്യമാണ് ഓർമ്മ വരിക. വടക്കർ പറയുന്ന ഓപ്പ സഹോദരി എന്ന അർത്ഥത്തിലാണ്. ഇത്തരത്തിൽ വളരെ വ്യത്യാസമാണ് കേരളത്തിലെ ഓരോ ജില്ലയുടെയും ഭാഷ. ഞാൻ ഉമ്മറത്ത് നിന്ന് തൊടിയിലേക്ക് ചാടി എന്ന് ഒരു മുത്തശ്ശി പറയുന്നത് കേട്ട് ഞെട്ടണ്ട. എന്തോ സാധനം പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഒരു തുള്ളൽ തുള്ളി എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരെ ഓർത്തു പോകാറുണ്ട്. ഒരു ചാട്ടൻ ചാടി എന്ന് പറയുന്നതാണിത്. ഇത്തരത്തിൽ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും വ്യത്യസ്തത പുലർത്തുകയാണ് നമ്മുടെ മലയാള ഭാഷ. ഇതെല്ലാം ഭാഷയുടെ വിചിത്ര സ്വഭാവം എന്നല്ലാതെ എന്തു പറയാനാണ്? ഭാഷ ഒന്നു തന്നെയാണെങ്കിലും പറയുന്നതിലും കേൾക്കുന്നതിലും ഓരോ ദിക്കിലും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഫലിത പരിഹാസങ്ങൾ കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂണ്ടാണ്ടേ തന്നു. ആ നിലക്ക് ആനെ ചോദിച്ചാലും തരുമോന്നൊരു തോന്നല്. സന്ദർഭോചിതമായി വാക്ക് പ്രയോഗിക്കുമ്പോഴാണ് ഫലിതവും പരിഹാസവും ഭാഷയിൽ ഉടലെടുക്കുന്നത്. ഇത്തരം ഒട്ടേറെ സന്ദർഭങ്ങൾ പാഠഭാഗത്തുണ്ടല്ലോ. കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളത് ഒരു 2-3 പറഞ്ഞു തരാം. കിട്ടണമെങ്കിൽ ഒരാനയും കിട്ടുകയും ചെയ്യും. എന്നിട്ടിട്ട് ചോദിച്ച് ആനക്കാരാ ഈ ആന ഇങ്ങോട്ട് തരുമോ? സംശയം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒരു വാക്കല്ലേ ചെലവാക്കണ്ടു. നിന്റെ മുഖം കണ്ടപ്പോ നിശ്ചയായി കിട്ടില്ലാന്ന്. ഇനി നിനക്ക് പോവാം. ഇതൊക്കെ ഈ പാഠഭാഗത്തുള്ള ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. ഇനി വായിക്കാം, എഴുതി നോക്കാം. കിണറ്റിൻകരയിലെ കുട്ടി. വടക്കുംപുറത്ത് അടുക്കളയിലിരിക്കെ ചെമ്പരത്തിക്കാടുകൾക്കിടയിൽ കിണറ്. പടർന്നു പന്തലിച്ചു തുടങ്ങിയ മാവ്, കാരുണ്യപൂർവ്വം നീട്ടിയ തണൽ പുതച്ച് ആലസ്യം പൂണ്ട് കിടക്കുന്ന കിണറ്. അതിനരികിലാണ് എന്റെ താവളം. കിണർ ഭിത്തിയിൽ ചാരി കാൽ നീട്ടി മണ്ണിലിരിക്കുമ്പോൾ ഭൂമി മുഴുവൻ സ്വപ്നലോകമാകും. കിണറ്റിനുള്ളിലുമുണ്ട് സ്വപ്നസാദൃശ്യമായ മറ്റൊരു ലോകം. അവിടെ വലകെട്ടി നേർത്തു നീണ്ട കാലുള്ള എട്ടുകാലി പോലുള്ള ചില ജീവികൾ താമസിക്കുന്നത് നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഒരു മാവില വലയിൽ വീണാൽ ആകാശം ഇടിഞ്ഞു വീണതുപോലെ ആ ജീവികൾ നെട്ടോട്ടമോടും. ഒരു മൂലയിൽ പതുങ്ങിയിരിക്കും. നേരം വെച്ച് വീണതൊരു ഈച്ചയാണെങ്കിൽ മഞ്ഞു വീണും വെയിലേറ്റും തിളങ്ങുന്ന നൂൽവലയിലൂടെ നൃത്തം ചെയ്തുവെന്ന് അതിനെ നുഴഞ്ഞിറങ്ങും. വെയിലിന് ഇളം ചൂടുപിടിപ്പിക്കുന്ന നേരം കിണറ്റിനുള്ളിലേക്ക് മറ്റൊരു കൂട്ടം വിരുന്നുകാർ വരും. തുമ്പികൾ. പോക്കുവെയിലിന്റെ നിറത്തിൽ, പൂവിതളുകളുടെ ആകൃതിയിൽ, അവിടെ കറുത്ത പൊട്ടുകൾ ഉള്ള സുതാര്യ ചിറകുകളുമായി സുന്ദരി തുമ്പികൾ. പല വിധാനത്തിൽ ക്രമമില്ലാതെ അവ കിണറ്റിനുള്ളിൽ പറന്നു നടക്കും. പ്രണയപർവം ചില ഏടുകൾ. PASന്റെ ആണ്. ഇനി ഇത്
പടർന്നു പന്തലിച്ചു തുടങ്ങിയ മാവ്, തണൽ പുതച്ച് ആലസ്യം പൂണ്ടുകിടക്കുന്ന കിണർ, എത്ര മനോഹരമായാണ് ചില കാഴ്ചകൾ അവതരിപ്പിക്കുന്നത്. നിങ്ങളും ഇതുപോലെ കാഴ്ചകൾ ആസ്വദിക്കാറില്ലേ? ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാവ്യാത്മകമായി എഴുതുക, ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളും ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു കാഴ്ചയെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കാഴ്ചയെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേനൽ അവധിക്കാലത്ത് അമ്മയുടെ വീട്ടിൽ അവധി ആഘോഷിക്കാൻ പോയപ്പോഴാണ് നല്ല ഒരു മഴ പെയ്തത്. അമ്മയുടെ വീടിന് പുറകുവശത്ത് വലിയ ഒരു കുന്നുണ്ട്. ആ കുന്നിൽ നിന്നും വെള്ളം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി വരുന്നത് കാണുമ്പോൾ തന്നെ പേടിയും സന്തോഷവും ഉള്ളിൽ നിറയും. ആ കുത്തലിച്ചു വരുന്ന ചെളിവെള്ളവും അതിൻ്റെ കൂടെ വരുന്ന മരക്കമ്പുകളും ഇലകളും എല്ലാം കൂടെ താഴെ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ വയൽ വരമ്പിലേക്ക് ഇരുമ്പിച്ചു പോകും. പച്ച നിറമുള്ള വയൽ പ്രദേശങ്ങൾ മണ്ണ് നിറഞ്ഞ ഈ ചുവന്ന വെള്ളത്തോടുകൂടി മറ്റൊരു പുതുനിറമുള്ള വെള്ളമായി മാറുകയും അത് പിന്നീട് ആ കൊച്ചു തോട്ടിലൂടെ ഒലിച്ചു പോകുന്നതും കാണുമ്പോൾ മനസ്സിന് കുളിർമയാണ് നൽകുന്നത്. ഉടഞ്ഞുപോയ കാലവർഷം ഈറയോടെ ശരിക്കും പെയ്യുന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ശക്തമായ മഴ കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ പുതുമണവും ചുറ്റും പരക്കും. എന്തൊക്കെ പറഞ്ഞാലും മഴ എന്ന് പറയുന്നത് എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് മഴയെ കുറിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാഴ്ചയെ കുറിച്ചിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് കൂട്ടുകാരെ നമ്മുടെ പാഠഭാഗം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പടക്കളത്തിലേക്ക് എന്നതാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഒരുപാട് കൂട്ടുകാർ വാക്ക് എന്ന ഈ ചാപ്റ്റർ വേഗം തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളരെ വേഗം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ പാഠഭാഗമാണോ വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ വേണ്ടത് അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.